ആണായിട്ട് ജനിക്കുന്നത് കേരളത്തിൽ ഒരു ശാപമാണോ എന്ന ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരു അമ്മയുടെ രോദനം നിങ്ങൾക്ക് കേൾക്കാം. 2 ആൺകുട്ടികളുള്ള ഒരു അമ്മ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. മോനെ, ആൺമക്കളാണ്, ടെൻഷനാണ്, ഇവരെ ആരെങ്കിലും കള്ളക്കേസിൽ കൊടുക്കുമോ, പോലീസുകാർ തല്ലിച്ചതയ്ക്കുമോ എന്നൊക്കെ ചോദിച്ചൊരു അമ്മ വിളിക്കുകയാണ്. ഒരു അച്ഛന്റെ രോദനം എന്ന വളരെ പ്രസിദ്ധമായ ഒരു സിനിമാ ഡയലോഗ്. അതേപോലെ ഒരു അമ്മയുടെ രോദനമാണ് യഥാർത്ഥത്തിൽ കേൾക്കുന്നത്. ആൺമക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ടെൻഷൻ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ഇത് സംഭവിച്ചത് ആ 20 വയസ്സുകാരനായ പയ്യനെ പോലീസുകാർ തല്ലിച്ചതച്ചതിന്റെ സന്ദർഭത്തിലാണ് ഈ അമ്മ എന്നെ വിളിച്ചത്. പരമാവധി ആ പയ്യന് വേണ്ടി പോരാടണമെന്ന് പറയുന്നുണ്ട്. ഓരോ അമ്മമാരും കേൾക്കണം, ആൺമക്കളുള്ള ഓരോ അമ്മമാരും ഇത് കേൾക്കണം. കാര്യം നമ്മുടെ മക്കൾ ഈ തെറ്റായ സിസ്റ്റത്തിന്റെ, ആണിനെ അടിച്ചമർത്തുന്ന കൊടുക്കുന്ന സിസ്റ്റത്തിന്റെ ഇരകളാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ആ അമ്മയുടെ വിഷമം നമുക്ക് കേൾക്കാം. ഞാൻ ഇപ്പം രാഹുലിന്റെ വീഡിയോ കണ്ടു. പത്തനംതിട്ട ഇന്നലെ ആ കേസ് നടന്നില്ലേ? തീർച്ചയായിട്ടും രാഹുലെ, ഞാനും 2 ആൺമക്കളുടെ അമ്മയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുന്ന പെൺപിള്ളേർക്കെതിരെയും കേസ് എടുക്കണമെന്ന് രാഹുൽ പറഞ്ഞപ്പോ എനിക്ക് അന്നേരം തന്നെ രാഹുലിനെ ഒന്ന് വിളിക്കണം തോന്നി. അങ്ങനെ ഞാൻ വിളിച്ചത്. ഞാൻ ആ പിള്ളേരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. നമ്മൾ ശക്തമായിട്ട് എന്തെങ്കിലും നടപടിയായിട്ട് മുമ്പോട്ട് പോകാൻ നോക്കുകയാണ്. ഇന്ന് ഇവിടെ ഭയങ്കര പ്രതിഷേധമൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷന്റെ അവിടെ. ഞങ്ങൾ അതിന് അടുത്താ താമസിക്കുന്നത്. ഞങ്ങൾ ഹൈദരാബാദിലാണെങ്കിൽ ഇപ്പൊ അവധിക്ക് വന്നിരിക്കുക. എനിക്ക് ഞാൻ 2 മക്കളുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഒരാൾക്ക് 35 വയസ്സും ഒരാൾക്ക് 32 വയസ്സും ഉണ്ട്. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവര് പറയുന്നത് എങ്ങനെ പെണ്ണുങ്ങളെ വിശ്വസിക്കും? എന്ത് ചെയ്യും രാഹുലെ? സത്യം പറഞ്ഞ രാഹുല് പറഞ്ഞ പോലെ ഒരു ചതിക്കപ്പെട്ട കാര്യമായി തീർന്നിരിക്കുകയായിരുന്നു നമ്മുടെ നാട്ടില്. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സത്യം പറഞ്ഞാല്. സത്യമായിട്ട് രാഹുൽ ഇതിനൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. വളരെ സന്തോഷം, വളരെ സന്തോഷം അമ്മ. കാര്യം ഇത് വലിയ പ്രശ്നമാണ് അമ്മ. ഇല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ വളരെ നോക്കി കഴിക്കണേ. കാര്യം വെറുതെ കൊണ്ടല്ല, അതിനുശേഷവും പല പ്രശ്നങ്ങളും ഇതേപോലെ ഉണ്ടാവും. കള്ളക്കേസും പരാതി ഉണ്ട്. ഭയങ്കര ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതെ 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 അതെ. അയ്യോ, വളരെ സന്തോഷം കേട്ടോ. എനിക്ക് വീഡിയോ കണ്ടപ്പോ ഞാൻ രാഹുലിനെ വിളിച്ചതാണേ. വളരെ സന്തോഷം. നമ്മൾ ഞാൻ പറ്റുമെങ്കിലേ പത്തനംതിട്ടയിലെ ആ പിള്ളേരോട് സംസാരിച്ചു. ഞാൻ പത്തനംതിട്ട വരുന്നുണ്ട്. കാര്യം നമുക്ക് ആക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, അത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. കൂടുതൽ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളിപ്പം ഇനി ഒരു 2 ആഴ്ചയും കൂടെ നാട്ടിൽ കാണും. എനിക്ക് 2 ആൺമക്കളാ. ഞങ്ങളിപ്പോ തന്നെ എനിക്ക് 2 ആൺമക്കളാ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. എനിക്കറിയാം. ഇത് യുഗും യുഗു അമ്മ. യുഗു. അതെ. ഞാൻ അമ്മയുടെ എല്ലാം ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും വേണം, എല്ലാ സപ്പോർട്ടും വേണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള അമ്മമാരുടെ പിന്തുണ ഉണ്ടാവും, ഞങ്ങളുടെ മക്കളുടെ പിന്തുണ ഉണ്ടാവും. ഇതിന് ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല രാഹുലെ. സത്യം പറയാം, നമുക്കാർക്ക് വോയിസ് ഇല്ല. നമ്മളിങ്ങനെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. വളരെ അമ്മയുടെ ഈ സംസാരത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. അമ്മയ്ക്ക് പൊതുവെ ഒരു 2 പയ്യന്മാരുടെ അമ്മയല്ലേ, എന്താ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു പേടി? അതെന്താ ഒരു പേടി എന്ന് പറയുന്നതേ, അവരെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം അവരെ ഏത് നിമിഷവും രാഹുൽ പറയുന്ന പോലെ ഒരു വിരൽ ദൂരം അകലത്തിൽ അവർക്കെതിരെ ഒരു കേസ്, ഒരു പീഡനം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ എപ്പോ വേണമെങ്കിലും കൊടുക്കാമല്ലോ. പെൺകൊച്ചിന്റെ അമ്മയോ പെൺകൊച്ചിന്റെ ഫാമിലിയോ പെൺകൊച്ചോ കൊണ്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അന്വേഷിക്കാതെ അവർ കേസ് എടുക്കുന്ന ഒരു കാലമാ. പേടിയുണ്ട് ഞങ്ങക്ക് സത്യമാ. ഞങ്ങക്ക് പേടിയാ. പിള്ളേര് പറയുമ്പോ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? സത്യം. ആമക്കളുണ്ടെങ്കിൽ ഇപ്പം പേടിക്കേണ്ട കാലമാണ്. ആമക്കളുണ്ടെങ്കിൽ പേടിയാണ്. ഞാൻ എന്റെ അയൽവാസികളോടൊക്കെ പറയാറുണ്ട്, പ്രസവത്തിന് പോകുമ്പം പ്രസവ മുറിയെന്ന് പറയും, എന്ത് കുട്ടിയാ? ആൺകുട്ടിയാ? മുണ്ട് പറിച്ച് തലയെ കെട്ടും. എന്തിനാ? 18 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോ നാട്ടുകാരുടെ തല്ലുകൊള്ളാന്, അല്ലെ പോലീസിന്റെ ഇടികൊള്ളാന്. സത്യം പറയാ, ഈ നാട്ടില് സത്യമാ. ആൺപിള്ളേർക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. ആൺപിള്ളേർക്ക് ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയാൽ അതിന് സപ്പോർട്ടില്ല. ഒരു കോടതി അവർക്ക് സപ്പോർട്ടില്ല. ഒരു സിസ്റ്റം അവർക്ക് സപ്പോർട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനോ കുടുംബമോ നാട്ടുകാരോ ആരും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു ചാനലാവട്ടെ ആരും. ഞാൻ പലപ്പോഴും പറയാറുണ്ട് അമ്മ, ആണായിട്ട് കേരളത്തിൽ ജനിക്കുന്ന ഒരു ശാപമാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ്. ഞാനല്ലേ പറഞ്ഞേ, എന്റെ മോന് 35 വയസ്സും ഒരു മോന് 32 വയസ്സുമുണ്ട്. 2 പേരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ജോലി ചെയ്യും. എന്തായാലും അമ്മ, എന്താ എന്തായാലും കല്യാണം കഴിക്കാൻ പറയണം. കല്യാണവും കുടുംബവും ഒക്കെ ആവശ്യമാണ്. ഈ കേരളത്തിന്റെ ഒരു പരിസ്ഥിതിയിൽ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും അമ്മയുടെ സംസാരം വെച്ചൊരു വീഡിയോ ചെയ്യാൻ എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ അമ്മയുടെ പേര് സേവ് ചെയ്തേക്കാം. എന്റെ പേര് മിനി എന്നാണ്. എന്റെ ഹസ്ബൻഡ് ആർമിയിൽ നിന്ന് റിട്ടയർ ആയ ഒരാളാണ്. 30 വർഷം സർവീസ് ചെയ്തു. 10 വർഷം ആർമിക്കാരുടെ
ഹൈദരാബാദിലാ. പ്രത്യേകിച്ച് ആർമിക്കാരന്റെ ഭാര്യയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സാറിനോട് നമസ്തേ പറഞ്ഞേക്കും. പറഞ്ഞേക്കാം. ഓക്കെ, രാവിലെ എല്ലാ പിന്തുണ അറിയിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.